ഫോക്കസ് അല്ലാത്ത കുറേ ചിത്രങ്ങളായിട്ട് ഞാൻ തിരിച്ചു പോരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ക്യാമറാമാനായിട്ടുള്ള ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നത് എനിക്ക് മാത്രം നല്ല ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊരു ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ ആളുകൾ സംശയ ദൃഷ്ടിയോടുകൂടിയും പിന്നെ കുറച്ച് അത്ഭുതത്തോടു കൂടിയൊക്കെ നോക്കുന്നൊരു സംഭവങ്ങളുണ്ടായിരുന്നു. അവരാണ് ശരിക്കും താരങ്ങൾ. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നമുക്ക് കാണിച്ചു തരുന്ന ചിത്രങ്ങൾ ഒരു എനിമലിനെ ഒരു പക്ഷിയെ കുറിച്ച് അവർ നന്നായി പറഞ്ഞു തന്ന് നമസ്കാരം മാം. അപ്പോൾ എങ്ങനെയാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിലേക്ക് വരാനുണ്ടായ ഒരു വഴി എന്താ? വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ജേർണലിസ്റ്റ് ആയിരുന്നു, സിനിമാ ജേർണലിസ്റ്റ് ആയിരുന്നു. ഏതാണ്ട് ഒരു 8-9 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലിക്കിടയിലാണ് ഞാൻ അവിചാരിതമായിട്ട് ഒരു കാട്ടിലേക്കൊരു യാത്ര നടത്തുന്നത്, ചിമിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക്. ആ യാത്ര പോയതിന് ശേഷം അത് തൃശ്ശൂരുള്ള ഷൂട്ട് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒപ്പമാണ് അവിടെ പഠിക്കുന്നതും പിന്നെ ക്യാമ്പിന് വന്നിട്ടുള്ളതായ ആളുകളുടെ ഒപ്പമാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ കയ്യിലൊരു ഹസ്ബൻഡ് വാങ്ങിത്തന്ന ഒരു നിക്കോൺ D3200 ക്യാമറ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. ജസ്റ്റ് മനുഷ്യരുടെ ഫോട്ടോകൾ നമ്മൾ എടുക്കും, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്താ അതുപോലെ അറിയണ്ടായിരുന്നു. നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കാട്ടിലേക്ക് കയറുകയും നമ്മൾ കാട്ടിൽ കയറിയപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു പച്ചപ്പിൻ്റെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും പിന്നെ അവിടെയുള്ള കാഴ്ചകളും അവിടെയുള്ള ചെറിയ ചെറിയ ജീവികളും അതിലെ ഒരു ആകർഷയായിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അപ്പം കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഫോക്കസ് അല്ലാത്ത കുറേ ചിത്രങ്ങളായിട്ട് ഞാൻ തിരിച്ചു പോരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ക്യാമറാമാനായിട്ടുള്ള ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നത് എനിക്ക് മാത്രം നല്ല ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത്, നിനക്ക് അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുണ്ടെങ്കിൽ നീ പോയി പഠിച്ചിട്ട് ജോലിയും ഇതും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷൂട്ട് സ്കൂളിൽ തന്നെ 3 മാസത്തെ കോഴ്സ് ചെയ്തു. അവിടെ നൗഷാദ് സാർ, ജോസഫ് ലാസർ സാർ, വിൻസെൻ്റ് സാർ അങ്ങനെയുള്ളവരുടെയൊക്കെ ശിക്ഷണത്തിൽ നിന്ന് ഞാൻ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ നിരന്തരം നമുക്ക് യാത്ര പോകാനുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ടെൻഡൻസി നമുക്ക് ആ ചിമ്മിനി യാത്രയിൽ നിന്ന് കിട്ടി. അങ്ങനെ തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫിയും ഒപ്പം പഠിച്ചു. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് എനിക്ക് അടുത്ത ക്യാമറയിൽ കുറച്ച് ഇവളിത് പഠിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത അപ്ഡേഷനായിട്ട് ക്യാമറ വീണ്ടും വാങ്ങി തരികയാണ് ഉണ്ടായത്. പിന്നെ നിരന്തരം നമ്മൾ ഓരോ ക്യാമ്പുകളിൽ 2-3 ക്യാമ്പുകളിൽ പങ്കെടുത്തു. പിന്നെ എല്ലാ ശനി ഞായറുകളിലും യാത്ര ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനമായിട്ട് കുറച്ച് കൂട്ടുകാരും കൂടിയിട്ടായിരുന്നു. അങ്ങനെ അവരോടൊപ്പം യാത്ര ചെയ്ത് 2012 തൊട്ടിട്ട് ഇപ്പോൾ 25 വരെ എത്തി നിൽക്കുന്നു ഈ യാത്ര 13 വർഷമായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് തന്ന ആ ക്യാമറ ആയിരുന്നു ആദ്യത്തെ ക്യാമറ? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ കുറച്ചു കാലം പ്രവാസ ജീവിതത്തിലായിരുന്നു. അവിടെ നിന്ന് അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞി ക്യാമറ, യാഷിക്കയുടെ ചെറിയ ഫിലിം ക്യാമറയാണ് നമുക്ക് വാങ്ങിത്തന്നത്. ആ വാങ്ങിത്തന്നത് നമ്മൾ ആ സമയത്ത് സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വരുന്ന ഫിലിം ക്യാമറ ആയതുകൊണ്ട് നമുക്ക് അതെന്നും വാഷ് ചെയ്യാനും ആ ഒരു കാലഘട്ടം വേറെയായിരുന്നു. അപ്പോൾ അതിന് ചിലവുകൾ ഇതുണ്ട്. അപ്പം നമ്മൾ അത് ശരിക്കും വളരെ മിച്ചം പിടിച്ചിട്ടാണ് ഓരോ ഫിലിമും നമ്മൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിജിറ്റലൈസ് യുഗത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞു അല്ല. ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ വരുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് വന്നു.
അപ്പോൾ ശരിക്കും അന്നത്തെ ഒരു കുഞ്ഞി ക്യാമറ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ ഒരു കരിയറിലെ ഒരു ഓർമ്മയുടെ ഒരു തുണ്ടാണത്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രചോദനം കിട്ടിയത്. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെപ്പോഴും ഇങ്ങനെ എൻകറേജ് കൊണ്ടിരിക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് വളരെ നന്നായി ഈ യാത്ര തുടരുകയാണ്. ഇപ്പോഴും തുടരുകയാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ തന്നെയും ഒരു ലേഡി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ട് ഇറങ്ങുമ്പോൾ, ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാറ്റി നിർത്തലാണ്. ഇപ്പോഴാണല്ലോ ക്യാമറ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ആ ഒരു വാക്ക് തന്നെ വന്നത്. അപ്പം സമൂഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നൊരു ഇതെങ്ങനെയായിരുന്നു കാഴ്ച? അല്ല, നമ്മൾ ആദ്യകാലങ്ങളിൽ വരുമ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ടെങ്കിലും ഒരു കുറച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മറ്റുള്ള ഫീൽഡുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിമൻസ് ഡേയുടെ ഒരു ഇതിൽ പോയപ്പോൾ അവിടെ 30 വർഷങ്ങൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ലേഡി ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലായ സമയത്ത് വളരെ കുറച്ച് പേര് ഞാൻ തുടങ്ങിയ കാലത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറേ കുട്ടികൾ വരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊരു ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ ആളുകൾ സംശയ ദൃഷ്ടിയോടുകൂടിയും പിന്നെ കുറച്ച് അത്ഭുതത്തോടു കൂടിയൊക്കെ നോക്കുന്നൊരു സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് എപ്പോഴും പുരുഷന്മാരുടെ ഒപ്പമാണ്. അപ്പോൾ ആ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു 5 പുരുഷന്മാരുടെ ഒപ്പം ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിടയിലുള്ള നമുക്ക് ചുറ്റുമുള്ള ലോകത്തു നിന്ന് മുറിവുറുപ്പുകളും ഗോസിപ്പുകളും പിന്നെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന അതൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിൽ പല കമൻറ്റുകളും പല കുടുംബ സംഗമങ്ങളിലൊക്കെ നമ്മളെ പറയുന്ന കമൻറ്റുകൾ നമ്മൾ കേട്ടിട്ടും കേൾക്കാതെയും പറയുന്ന കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് അന്നൊരു വിഷമമായിരുന്നു. ഇപ്പോൾ അതൊന്നും നമ്മളെ വിഷുന്ന കാര്യമല്ല. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു ലക്ഷ്യമുണ്ട് വെച്ചെങ്കിൽ ഈ ചുറ്റും പറയുന്ന ലോകത്തെ നമ്മൾ തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ എത്ര കാടുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം? ഈ 10-12 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 50-60% ഇടയിലുള്ള കാടുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. മസായിമാരെ ആഫ്രിക്കയിലെ മസായിമാരെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് പോകാൻ കുറച്ചും കൂടി ചിലവ് ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ കാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും നമ്മുടെ ഉത്തരാഖണ്ഡ് ആ ഭാഗങ്ങളിലുള്ള കാടുകളോടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ. അപ്പോൾ നിരന്തരം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലായിടങ്ങളിലും എത്തണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹമുള്ളത്. അപ്പോൾ ഈ എന്താ പറയുക 13 വർഷത്തോളമായി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിരുന്ന എന്തെങ്കിലും ഒരു സംഭവം? നമുക്ക് ഓരോ യാത്രയും ഓരോ തരം ഹാപ്പിനെസ്സാണ്. നമുക്ക് കിട്ടുന്ന ഓരോ ചിത്രവും എൻ്റെ പിന്നിലും നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ത്യാഗവും എല്ലാം ഉണ്ട്. ചലഞ്ചസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ചലഞ്ചായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല ചിലവുള്ള കാര്യങ്ങളാണ്. പിന്നെ കാട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷം കിട്ടി എന്ന് പറയുന്നത്. സ്വന്തം ഹാപ്പിനെസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് എന്ത് ചലഞ്ച് ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു പ്രൊഫഷനല്ലേ. അപ്പോൾ ആ ചലഞ്ചസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ആ ഇതിലേക്ക് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സങ്കടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കാട്ടിൽ നിന്ന് കാണുന്ന പല കാഴ്ചകളിലും ചില സങ്കടത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതിലെനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് നമുക്കൊരു ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ട്. ഒരു ജിം കോർബറ്റിൽ വെച്ചിട്ട് ഒരു സന്ധ്യയ്ക്ക് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹേർഡ് ആനക്കൂട്ടം അവിടെ നിൽക്കുകയും അതിൽ ഒരു പ്രസവിച്ച ഉടനെ കുഞ്ഞിന് വയ്യാതെ ആ അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം നിന്ന് അതിൻ്റെ തൊട്ട് തലവിടെ നിന്ന് അതിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നതും പിന്നെ അതവിടെ മരിച്ച് അങ്ങനെ ചെരിഞ്ഞു പോകുന്നതും എല്ലാവരും മാറി നിന്നിട്ട് അമ്മ അതിനെ ഒരു രാത്രി മുഴുവൻ നിന്ന് തലോടി പിറ്റേ ദിവസം ഞങ്ങൾ ആ വഴി കടന്നു പോകുമ്പോഴും അമ്മ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിലുള്ള പോലെ തന്നെയുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം
നമ്മൾ കാട്ടിലെ ജീവികളിലും നമ്മൾ കാണും. നമ്മൾ നന്നായി കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ സങ്കടങ്ങൾ. പിന്നെ കാട്ടിലെന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഒരു നിയമങ്ങളും ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ കൊന്നു തിന്നുക അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലികൾ അങ്ങനെയല്ലേ. അപ്പോൾ നമുക്കതിനെ കൂടുതൽ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളിൽ ഒരു ഇമോഷൻസ് പകർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ ഈ 13 വർഷത്തെ യാത്രകളിൽ എന്നെ ഏറ്റവും പേടിപ്പെടുത്തിയത് ഈ കഴിഞ്ഞ വർഷത്തെ കോർബറ്റ് യാത്രയിലായിരുന്നു. നമ്മൾ അവിചാരിതമായിട്ട് ഒരു ആനക്കൂട്ടത്തെ കാണുകയും നമ്മൾ കുറച്ച് നീങ്ങി നിന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-3 ജീപ്പിലായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഒതുങ്ങി നിന്ന് ഇവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് വേറൊരു സഫാരി ജീപ്പിൽ കുറച്ച് ആൺകുട്ടികൾ പോവുകയും അവർ ബഹളം ഉണ്ടാക്കുകയും ഈ ആനകൾ കുറച്ച് ചെറിയ ആനകളുണ്ടായിരുന്ന ബേബി എലിഫൻസ് ഉണ്ടായിരുന്നു. അവരെ അതിന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ അമ്മ കുറച്ച് മുന്നോട്ട് വന്നു. അപ്പോൾ ഇവർ വീണ്ടും ബഹളം ഉണ്ടാക്കി. ഇവരങ്ങനെ പോവുകയും ചെയ്തു. ഈ ആനകൾ ഒരുമിച്ച് ഓടി വന്ന് എൻ്റെ ബാക്ക് വരെ എത്തി. ബാക്കിൽ വന്ന് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. ഞാൻ ഇരുന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ ഫസ്റ്റ് ടൈമാണ് കോർബറ്റ്. അപ്പോൾ ആനകളെ കുറച്ചായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആളും പേടിച്ചു. അപ്പം എനിക്ക് ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയും വേണമായിരുന്നു. ഞാൻ എൻ്റെ ക്യാമറയും എല്ലാം ഉണ്ടായിരുന്നു. ആകെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഡ്രൈവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്നതായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആന ഓടി വന്ന് ബാക്കിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ അതൊരു പേടിപ്പിക്കുന്നൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എത്ര കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ടായിട്ടാണ് വണ്ടി തന്നെ നിർത്തിയത്. കാരണം ആളും ഒന്ന് പേടിച്ചു പോയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഇത് മാത്രം, നമ്മുടെ അശ്രദ്ധ കൊണ്ടല്ല, വേറൊരു ആൾക്കാരുടെ കുറച്ച് അശ്രദ്ധ കൊണ്ട് നമുക്കാണത് വന്നത്. അപ്പോൾ അത് ആ ഒരു ഇതിന് ആ യാത്രയിൽ മാത്രമല്ല, ഇപ്പം എൻ്റെ ഈ 13 വർഷത്തെ ഈ യാത്രയിൽ ആകെ കൂടി ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനൊരു ചേസിങ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് കാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയായിരുന്നു? നിയമങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾ കാട് എന്ന് പറയുന്നത് അവരുടെ ലോകത്തേക്ക് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നവരാണ്. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യം വളരെ അച്ചടക്കത്തോടു കൂടി ആ നാട്ടിലെ അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് അവർ തരുന്ന സേഫ്റ്റി മെഷേഴ്സൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം കാട്ടിൽ കയറാനായിട്ട്. അല്ലാതെ അവർ ധിക്കരിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കിയും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞും പിന്നെ എനിമൽസിനെയും ബേഡ്സിനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിച്ച് ഇറിറ്റേറ്റ് ചെയ്തിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു ശൈലി നമുക്ക് ഒരിക്കലും പാടില്ല. അത് സ്വയം നമ്മൾ തന്നെ നമ്മളിൽ വളർത്തിയുണ്ടാക്കുന്ന കുറച്ച് അച്ചടക്കങ്ങളുണ്ട് കാട്ടിൽ കയറുമ്പോൾ എവിടെയായാലും. അതൊക്കെ അവിടെയും പാലിക്കണം. അത് സ്വയം ആർജിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള ഒരു ജോലിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തുനിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോഴത്തേനും എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? മുൻകരുതൽ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്വയം അച്ചടക്കം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കാര്യം. പിന്നെ ഓരോ കാടിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാട്ടിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കുക. എന്തൊക്കെ ജീവികളുണ്ട് നമുക്കറിയാലോ. ഇപ്പോൾ ഗൂഗിളിൽ കയറിയാലും എവിടെ കയറിയാലും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമുക്ക് മുന്നേ പോയവരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നവരുണ്ട്, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ കാട്ടിൽ കയറുക. എപ്പോഴും ഒരു നേച്ചറലിസ്റ്റ് അല്ലെങ്കിൽ ഗൈഡ് എന്നുള്ള രീതിയിൽ അവരാണ് ശരിക്കും താരങ്ങൾ. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നമുക്ക് കാണിച്ചു തരുന്ന ചിത്രങ്ങൾ, ഒരു എനിമലിനെ, ഒരു പക്ഷിയെ കുറിച്ച് അവർ നന്നായി പറഞ്ഞു തന്ന് അവർ കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിത്രങ്ങളാക്കി മാറ്റുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാട്ടിൽ കയറുക, ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഇവർ ചൂണ്ടിക്കാണിച്ച് തരുന്ന വഴികളിലൂടെ നടക്കുക. അങ്ങനെയുള്ള കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം എപ്പോഴും. അതുപോലെ നമ്മൾ ജീപ്പ് സഫാരിയിലായാലും വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട്
നമ്മൾ വണ്ടിയിലിരിക്കുക. പിന്നെ നമുക്ക് ആദ്യ കാലങ്ങളിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആക്രാന്തം തന്നെ അറിയാം. ഒരു ചിത്രം കാണുമ്പോൾ അത് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് വളരെ ഇതുണ്ടായിരിക്കും. പിന്നെ വളരെ പേടിയുണ്ടെങ്കിലും ആ പേടി നമ്മൾ ചിലപ്പോൾ ഒരു നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാട്ടിൽ കയറുന്നത്. ഇപ്പോൾ പുതിയതായി പോകുന്ന ആളുകളോടാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് കാട്ടിൽ കയറുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത പേടിയും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വളരെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു മൊമെന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാനുള്ളൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് മനസ്സിലാവുക? ചില നമുക്ക് വേറെ ആർക്കും കാണാത്ത ചില മൊമെന്റ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു എങ്ങനെ അത് എക്സ്പീരിയൻസിലൂടെ തന്നെ തിരിച്ചറിയാം. നമ്മളൊരു ജീവി എന്ത് ചെയ്യും, ഒരു ജീവി എങ്ങോട്ട് നീങ്ങും, അല്ലെങ്കിൽ അത് ജീവിക്കുന്ന ആ ഹാബിറ്റാറ്റ് എന്താണെന്ന് നമ്മൾ അനുഭവങ്ങളിൽ കൂടെ തന്നെ പഠിക്കണം. പിന്നെ ഒരു റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അത് എക്സ്പീരിയൻസിലൂടെ കാട്ടിലേക്കുള്ള യാത്രയിലൂടെ നമ്മൾ കണ്ട ചിത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ ശരിക്കും പല അവിചാരിതമായിട്ട് കിട്ടുന്ന ഭാഗ്യങ്ങൾ ആണ് ഓരോ ഫ്രെയിമുകളും. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഫ്രെയിമിനെ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അത് ആ ലൈറ്റിൽ എങ്ങനെ എടുക്കും എന്നുള്ളത് അത് സ്വയം ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പം നമുക്കൊരിക്കലും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടാത്ത ഫ്രെയിമുകൾക്ക് വേണ്ടിയുള്ള യാത്ര കൂടിയാണ് നമ്മുടെ ഓരോ യാത്രയും. അപ്പോൾ ഒരു സ്വപ്നം കണ്ട ഒരു ഫ്രെയിമിലേക്കുള്ള യാത്ര കൂടിയാണത്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ മനസ്സിന് ആത്മസംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ്, അല്ലെങ്കിൽ എല്ലാം എടുക്കുമ്പോഴും എനിക്ക് കിട്ടി, ഓക്കെ കിട്ടിയത് കൊള്ളാം എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണോ ഒരു ആത്മസംതൃപ്തി? ആത്മസംതൃപ്തി എന്നുള്ള കാര്യം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുറേ യാത്ര ചെയ്ത് പോയിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോകുന്ന ഇതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് വാശി കയറും. നമ്മൾ അടുത്ത തവണ വീണ്ടും പോയി നമ്മൾ നല്ല ചിത്രങ്ങൾ എടുക്കും എന്നുള്ള ഒരു വാശി നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ജിമ്മി കോർബറ്റിൽ ഞാൻ ആദ്യകാലങ്ങളിൽ പോയപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ടൈഗർ സൈറ്റിങ് വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ആനകളുടെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ആത്മസംതൃപ്തി എന്ന് പറയുന്നത് എനിക്ക് ആനകളുടെ ചിത്രങ്ങൾ എടുക്കാനാണ്. ഇപ്പോൾ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും ആന ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പക്ഷേ ആനയുടെ വിവിധ ഇമോഷൻസ്, അവയുടെ മദർഹുഡ്, അവയുടെ ലവ്, അവയുടെ ഫ്രണ്ട്ഷിപ്പ്, അവയുടെ മീറ്റിങ്, ഇതൊക്കെ സ്ഥിരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ആനയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എനിമൽ. അപ്പോൾ വൈൽഡ് എനിമൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ചിത്രങ്ങൾ എടുക്കാനാണ്. ഓരോ ചിത്രം എടുക്കുമ്പോഴും എനിക്ക് ആത്മസംതൃപ്തി എന്ന് നിങ്ങൾ പറയുന്ന ആ ടൈമുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ഇത്രയും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? അല്ല, ഓരോ ഫോട്ടോഗ്രാഫി അറിയുന്ന ആളുകൾക്ക് പല പല മേഖലകളുണ്ട് അല്ലേ. വെഡ്ഡിങ് ഉണ്ട്, മോഡൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫുഡ് ഫോട്ടോഗ്രാഫി, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. അതേസമയം തന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ടും നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനൊരു അനിശ്ചിതത്വം ഉണ്ട്. കാട്ടിൽ പോകുമ്പോൾ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ചിലപ്പോൾ കിട്ടാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മളോട് തന്നെയാണ് അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ ഒരു ചിത്രം കിട്ടിയില്ലെങ്കിൽ നമ്മളാരും ചീത്ത പറയാനും ഇതിനൊന്നും പോകുന്നില്ല. നമ്മുടെ ആത്മസംതൃപ്തി എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചങ്ങളുണ്ടോ? സാമ്പത്തികം എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നമ്മളെ എനിമൽസിനെ കണ്ണു നിറയെ കാണുക, ഫോട്ടോകൾ എടുക്കുക. പിന്നെ നമ്മൾ ഇതുകൊണ്ട് വൈൽഡ് ഫോട്ടോഗ്രാഫി കൊണ്ട് നമുക്ക് കൂടുതൽ കാശുണ്ടാക്കാം. അങ്ങനെ ഒരു പാഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പോലെയോ അല്ലെങ്കിൽ വേറെ മോഡൽ ഷൂട്ട് പോലെയോ ഇപ്പം നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ഇതൊരു കരിയറായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായിട്ടും ഫൈനാൻഷ്യൽ ഇതായിട്ടും. അത് നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വൈൽഡ് ലൈഫ് ട്രാവലിംഗ്, ഗ്രീൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് ട്രാവലിംഗ് കമ്പനി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ട്രാവലിംഗ് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് വാങ്ങിക്കാനുള്ള ഒരു ഇത് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർ ഫോട്ടോഗ്രാഫിക്ക് വളരെ ഇഷ്ടം തോന്നുകയും അങ്ങനെ ഫോട്ടോകൾ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത്.
ഇതൊക്കെ തന്നെയാണ്, ക്ലാസ്സസും അതൊക്കെ ആയിട്ട്. അല്ലാതെ ഇതുകൊണ്ടൊരു വലിയ നേട്ടം ഉണ്ടാക്കാം എന്നുള്ളൊരു സംഭവം കണ്ടിട്ട് ഞാൻ നമ്മളോട് ചോദിക്കും ഞങ്ങൾക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം, എൻ്റെ കരിയർ അതാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇത് നിങ്ങളൊരു ജോലി കണ്ടെത്തുക, അതിനോടൊപ്പം ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുക. നമുക്ക് മാത്രമല്ല പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ട്രാവലിങ്ങിനും ഇതൊക്കെ നല്ല കോസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു പാഷൻ ആക്കിയിട്ട് കൂടെ കൊണ്ട് നടക്കുക, ഒപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളത് എല്ലാവരോടും പറയാറുണ്ട്. എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ വേണ്ട മതി മടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മുമ്പ് ചെയ്ത ജോലികൾ എനിക്ക് വളരെ മടുപ്പുണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. ആ മടുപ്പിൽ നിന്ന് എന്നെ പുറത്തേക്ക് എത്തിച്ചത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും മടുക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പാഷൻ മടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതായി എന്നുള്ളതാണ് അർത്ഥം. ഹസ്ബൻഡ് ഇപ്പോൾ ഹസ്ബൻഡ് അബുദാബിയിലുണ്ട്. ആള് അവിടുത്തെ ഒരു മീഡിയ ക്യാമറാമാനാണ്. അല്ലേ? അപ്പം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നതിലുപരി ഒരു വനിത എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സ്ത്രീകളോട്? ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പലരും പലതിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നവരല്ലേ, അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അല്ല, നമുക്കൊരു കഴിവ് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഏത് വിധേനയും അത് കണ്ടെത്തുക, എന്താണെന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് കണ്ടെത്തുക. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചൊരു ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ്. ഒരു 13 വർഷം ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കുക, പുതിയതായി ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഇതിലേക്ക് മാറിയത്. യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടുക്കില്ല. നമുക്ക് ഭയങ്കര ഡിപ്രഷനും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിഫ്രഷ് ആവും. അതൊരു വലിയ കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്ന് പറയുന്നത് വളരെ റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയാണ്. യാത്രകളിലൂടെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടാം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ യാത്ര ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കരിയർ എടുക്കാനാണെങ്കിലും നമ്മളത് എന്ത് ത്യാഗം സഹിച്ചും ആ കരിയറിലേക്ക് നമ്മൾ പോവുക. യാത്ര തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ പ്രായം കൊണ്ട് നമ്മൾ ഇതിൽ കാണുന്നില്ലേ ഒരു നബീസും അതൊക്കെ ശരിക്കും നമുക്കാണ് ഇൻസ്പിറേഷൻ തരുന്നത് അവരൊക്കെ. അപ്പോൾ പ്രായമൊന്നും ഇതിനൊരു ഫാക്ടറല്ല. നമുക്കിങ്ങനെ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ആത്മസംതൃപ്തിയും ഹാപ്പിനെസ്സും നമ്മളിലേക്ക് തന്നെ വരും. അങ്ങനെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമുക്ക് ഇതിനുവേണ്ടി സംസാരിച്ചതിൽ വെയിലും കൊണ്ട് സംസാരിച്ചു. താങ്ക്സ്. ഓക്കെ.